ഡിസൈൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും, മെയിൻ ബ്രഷുകൾ, നമ്മൾ നെയിൽ ഡ്രൈ ചെയ്യാനുള്ള അകത്തേക്ക് വെച്ചിട്ട് ചെയ്യാനുള്ള സാധനമുണ്ട്. ഇത് നമുക്ക് ഡസ്റ്റൊക്കെ ഇത് ചെയ്യാനുള്ള ഒരു ബ്രഷാണ്, നല്ല സ്റ്റൈലായിട്ടുള്ള. നമ്മൾ നെയിൽ ആർട്ട് ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഇവിടെ പലരെയും ക്ഷണിച്ചപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ ഒട്ടനവധി ആളുകളുണ്ട്. ഇനിയിപ്പോൾ ഒരു ഡോക്ടറാണെങ്കിൽ ഡോക്ടറെ സംബന്ധിച്ച് സ്റ്റെതസ്കോപ്പ് ഇല്ലാതെ ഒരു രോഗിയെ പരിശോധിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി ചെയ്യാത്തവരാണെങ്കിൽ ഞാൻ 100% ഉറപ്പ് പറയുന്നു, നിങ്ങൾ എത്രയും പെട്ടെന്ന് അത്തരം കാര്യങ്ങൾ പഠിക്കണം. ഇത്തരത്തിലുള്ള അപ്ഡേറ്റഡായ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ നിങ്ങളുടെ സലൂണിലേക്ക് വരുമ്പോൾ നിങ്ങൾ അയ്യോ അതിവിടെ ഇല്ലല്ലോ എന്ന് പറയാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഹായ്, മിഡാസിൻ്റെ ഒരു പുതിയ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങളായിട്ട് തിരക്കായിരുന്നു, അതുകൊണ്ടിന്ന് ഒരു പുതിയൊരു സാധനം വന്നപ്പോൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി. വേറെ ഒന്നുമില്ല, നമ്മളുടെ ഈ മേഖലയിൽ ഒട്ടനവധി അപ്ഡേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും വരുന്നതിൻ്റെ കൂട്ടത്തിൽ വന്നിരിക്കുന്ന ഒന്നാണ് നെയിൽ ടേബിൾ. അപ്പോൾ അതിൻ്റെ കുറിച്ചുള്ള പുതിയ വിശേഷങ്ങളും അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കണം നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിക്കുകയാണ്. അതിന് മുന്നേ ആയിട്ട് പലപ്പോഴും നമ്മളുടെ ഈ ഒരു ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം പലരും വിളിച്ചിട്ട് നമ്മൾ അക്കാഡമി ആണോ എന്നുള്ളൊരു ചോദ്യം പലരും ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ളൊരു പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ അക്കാഡമി അല്ല. ബ്യൂട്ടി പാർലർ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സലൂൺ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള A to Z പ്രോഡക്റ്റ്, അത് കോസ്മെറ്റിക്സ് ആയിക്കോട്ടെ, സ്കിൻ കെയർ ആയിക്കോട്ടെ, ഫർണിച്ചർ ആയിക്കോട്ടെ, എക്യുപ്മെൻറ്റ്സ് ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള ഒരു ഷോപ്പ് മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് ഒരു പുതിയ സലൂൺ തുടങ്ങാനോ അല്ലെങ്കിൽ സലൂണിലേക്കുള്ള എക്യുപ്മെൻറ്റോ കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും വിളിക്കാം. അതുകൂടാതെ ഇത്തരം ബ്യൂട്ടി മേഖലയുമായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളാൽ കഴിയുന്ന ഹെൽപ്പ്, അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതിൽ സന്തോഷമേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും അറിയാവുന്നവരും അല്ലല്ലോ ഞങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന ഒരു നെയിൽ ടേബിളിൻ്റെ ആവശ്യം എന്താണ് എന്ന് പലരെങ്കിലും വിചാരിച്ചേക്കാം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു കോവിഡിന് തൊട്ട് മുന്നെയാണ് നമ്മുടെ ഇവിടെ നെയിലിന് പെട്ടെന്നൊരു പ്രചാരത്തിലേക്ക് വന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 4 വർഷം മുന്നേ നമ്മൾ നെയിൽ ആർട്ട് ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഇവിടെ പലരെയും ക്ഷണിച്ചപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ ഒട്ടനവധി ആളുകളുണ്ട്. പക്ഷേ ഇന്ന് അവരെല്ലാവരും നെയിൽ പഠിക്കാനും ആ നെയിലിൻ്റെ പ്രിപ്പറേഷൻ പഠിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഓടിപ്പാഞ്ഞ് നടക്കുകയാണെന്നുള്ളത് എനിക്ക് വരുന്ന പല കോളുകളിലൂടെ അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അപ്ഡേറ്റഡ് ആയ ഒരു സെഗ്മെൻറ്റിലേക്ക് വരുന്നതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ നമുക്ക് ഒരു ഹെയർ കട്ട് ചെയ്യണമെങ്കിൽ എപ്പോഴും നമ്മൾ വാഷ് ചെയ്തിട്ടാണ് ഹെയർ കട്ട് ചെയ്യുക. അപ്പോൾ വാഷ് ചെയ്യണമെങ്കിൽ ഷാംപൂ വാഷ് ചെയ്യുന്നതിനുള്ള നമ്മുടെ ഷാംപൂ വാഷ് എന്ന് പറഞ്ഞ സ്റ്റേഷൻ അത്യാവശ്യമാണ്. ഇനിയിപ്പോൾ ഒരു ഡോക്ടറാണെങ്കിൽ ഡോക്ടറെ സംബന്ധിച്ച് സ്റ്റെതസ്കോപ്പ് ഇല്ലാതെ ഒരു രോഗിയെ പരിശോധിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഓരോ ജോലിക്കും അവരവരുടേതായ ടൂൾസും അവരവരുടേതായ ഏരിയകളും ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ സലൂണിനുള്ളിൽ നെയിലിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നെയിലുമായി ബന്ധപ്പെട്ട ജോലികളും നെയിൽ ആർട്ടും സംവിധാനങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിന് വേണ്ട ഒരു വർക്ക് സ്റ്റേഷൻ അത്യാവശ്യമാണ്. അപ്പോൾ അധികം എന്നാൽ പലർക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റീരിയറൊക്കെ ചെയ്ത് പ്രിപ്പയർ ചെയ്തൊരു സ്ഥലത്ത് അധികം സ്ഥലം കളയാൻ താല്പര്യമില്ല. എന്നാൽ വളരെ ഒതുങ്ങിക്കൂടി ആ കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു വർക്ക് സ്റ്റേഷൻ എന്തായാലും നിങ്ങൾ നെയിലാർട്ടുമായി ബന്ധപ്പെട്ടുള്ള ജോലികൾ ചെയ്യുന്നുണ്ട് എങ്കിൽ വേണം. ഇനി ചെയ്യാത്തവരാണെങ്കിൽ ഞാൻ 100% ഉറപ്പ് പറയുന്നു, നിങ്ങൾ എത്രയും പെട്ടെന്ന് അത്തരം കാര്യങ്ങൾ പഠിക്കണം. ഇത്തരത്തിലുള്ള അപ്ഡേറ്റഡായ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ നിങ്ങളുടെ സലൂണിലേക്ക് വരുമ്പോൾ നിങ്ങൾ അയ്യോ അതിവിടെ ഇല്ലല്ലോ എന്ന് പറയാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ വേണ്ടി ഞങ്ങളവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ എന്തൊക്കെ സാധനങ്ങൾ വെക്കാൻ പറ്റും, എന്തൊക്കെ സാധനങ്ങൾ ഒരു നെയിൽ ആർട്ട് ടേബിളുമായി ബന്ധപ്പെട്ട് വേണം. അപ്പോൾ വളരെ ഒരു കുറഞ്ഞ വലിപ്പത്തിലുള്ള ഒരു വളരെ സുഗമമായിട്ട് നിങ്ങൾക്ക് ഇത്തരം സാധനങ്ങൾ കീപ്പ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളുടെ ക്ലയൻറ്റിനെ ഇരുത്തി വളരെ കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യാനും കഴിയുന്ന ഒരു നെയിൽ സ്റ്റേഷൻ ഞങ്ങളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഒപ്പം തന്നെ നെയിലുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടനവധി പ്രൊഡക്റ്റുകൾ നമ്മളിവിടെ വന്നിട്ടുണ്ട്. അതുകൂടി ഒന്ന് കാണിച്ചിട്ട് നമുക്ക് നെയിൽ ടേബിളിൻ്റെ അടുത്തേക്ക് വരാം. അതെങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കണമെന്നും അതിലേക്കുള്ള കാര്യങ്ങളും നമുക്ക് അതിനുശേഷം കാണാം. അപ്പോൾ നമ്മുടെ നെയിൽ ആർട്ടിൻ്റെ സംവിധാനങ്ങളെല്ലാം ഈ കാണുന്ന പല കളേഴ്സ് നെയിൽ, അതിൻ്റെ ക്രോം പൗഡേഴ്സ്, അതുപോലെ തന്നെ നെയിലിൻ്റെ എക്സ്പ്രസോ, ഇത് നല്ലൊരു ബ്രാൻഡാണ്. അവരുടെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. ജെൽ പോളിഷ് റിമൂവർ, അവരുടെ ജെൽ നെയിൽസ്, അങ്ങനെ എന്താ പറയുക, നെയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞതുണ്ടോ, ഡിസൈൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും, മെയിൻ ബ്രഷുകൾ, ഇങ്ങനെയുള്ള നെയിലാർട്ടുമായി ബന്ധപ്പെട്ട ടേപ്സ്, എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ഒരു മേഖലയിൽ നമ്മളിങ്ങനെ വിന്യസിച്ചിട്ടുണ്ട്. അത് കൂടാതെ പിന്നെ ഇവിടേക്ക്
ഇത് മുഴുവൻ അവരുടെ ബ്രഷ് ക്ലീനേഴ്സ് മുതൽ നെയിലിൻ്റെ ഗ്ലൂ, അതുപോലെ ഇത് പുതിയൊരു ഇതാണ്, നമുക്ക് പെയിൻറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള എക്സ്പ്രസ് നെയിൽസിൻ്റെ ബ്ലൂമിങ് ഇങ്കായിട്ട് വരുന്നതാണ്. അതൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പാകത്തിനുള്ള. അതുപോലെ തന്നെ നെയിലിൻ്റെ ബ്രഷുകൾ, ജെൽ നെയിൽ ബ്രഷസ് സെപ്പറേറ്റ് ആയിട്ടുള്ളത്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ, ക്രോം പൗഡേഴ്സ്, നെയിലിൻ്റെ ക്രോം പൗഡർ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഇതുണ്ട്, നെയിലുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും. പിന്നെ നമുക്ക് നെയിലിൻ്റെ അടുത്തൊരു സെഗ്മെൻറ്റ് അറിയാലോ, നമുക്ക് ജെല്ലിൻ്റെ നെയിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് ഉണങ്ങുന്നതിന് വേണ്ടിയിട്ട്, ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീൻസാണ് ഈ കാണുന്നത്. LED ലാംപ്സ് അതെല്ലാം ഈ കാണുന്ന രീതിയിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി എടുത്തിട്ട് ഒരു നെയിൽ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ നെയിൽ ടേബിൾ ഞാൻ കാണിച്ചു തരാം. ഒപ്പം തന്നെ നമുക്ക് ആ നെയിൽ എങ്ങനെ സെറ്റ് ചെയ്തേക്കണം, ആ ടേബിൾ എങ്ങനെ ഉണ്ടെന്ന് കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നെയിൽ ടേബിൾ. കുറച്ച് സാധനങ്ങൾ നെയിലുമായി ബന്ധപ്പെട്ട് നമ്മളിതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെഷീനറീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലഗ് ചെയ്യാനായിട്ടൊരു പ്ലഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. തൽക്കാലം ഞാൻ എൻ്റെ മൊബൈലൊന്ന് ചാർജ് ചെയ്യാൻ വെച്ചോട്ടെ. അപ്പോൾ ഇതാണ് നെയിലിൻ്റെ ടേബിൾസ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇലക്ട്രിക്കൽ പ്ലഗ് ചെയ്യാനായിട്ടൊരു പ്ലഗ് ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ എക്സ്റ്റൻഷനിലേക്ക് ചെയ്തേക്കണമെന്നുള്ളൂ. നമുക്ക് സൈഡിൽ ഭിത്തിയിലേക്കോ എവിടെയാണെന്ന് വെച്ചാൽ ചെയ്യാം. അതുകൂടാതെ ഇതിൻ്റെ ഞാനിപ്പോൾ പറഞ്ഞാൽ നമ്മൾ നെയിൽ ഡ്രൈ ചെയ്യാനുള്ള അകത്തേക്ക് വെച്ചിട്ട് ചെയ്യാനുള്ള സാധനമുണ്ട്. ഫയലർ മെഷീൻസ് ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം പ്രോപ്പറായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിരത്തി വെക്കാനുള്ളത്. പക്ഷേ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയല്ല നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. ഇത് നമുക്ക് ഡസ്റ്റൊക്കെ ഇത് ചെയ്യാനുള്ള ഒരു ബ്രഷാണ്, നല്ല സ്റ്റൈലായിട്ടുള്ള. ഈ കാണുന്ന സാധനങ്ങളാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ളൊരു മെയിൻ ഏരിയ. നമുക്ക് എന്താ പറയുക, നമ്മുടെ ക്ലയൻറ്റ് വരുമ്പോൾ കാണാവുന്ന രീതിയിൽ നമുക്ക് ബ്രഷസ് വെക്കാനുള്ള ബോക്സ്, ഫേക്ക് നെയിൽസ് ഉണ്ട്. ഇങ്ങനെയാണ് ഒരു സംഭവം എന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി മാത്രം ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. ഒപ്പം ഇതിന് നമ്മളൊരു സ്റ്റോറേജ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്റ്റോറേജ് കൂടി കാണാം. നമുക്ക് എന്തായാലും ഒരു വർക്ക് സ്റ്റേഷൻ നമ്മൾ പ്രത്യേകിച്ചും നെയിൽ ആർട്ട് ചെയ്യുമ്പോൾ അതിനൊരു പർട്ടിക്കുലർ ഏരിയയാണ്. വളരെ കുറഞ്ഞ ഏരിയ മതി. ശരിക്കും എനിക്ക് തോന്നുന്നു മാക്സിമം ഒരു 3 ഫീറ്റേ ഉള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമുക്ക് നെയിലുമായി ബന്ധപ്പെട്ട എല്ലാവിധ സാധനങ്ങളും നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഇവിടെ ഒരു സാധനങ്ങൾ വെക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ബോക്സ് കൂടി എക്സ്ട്രാ ഉണ്ടാവും. ഇതാണ് നെയിൽ ടേബിൾ. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഹെയർ കട്ട് ചെയ്യാനാണെങ്കിൽ ഒരു സെപ്പറേറ്റ് ഏരിയ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, സ്മൂത്തനിങ് ചെയ്യാനൊരു കെമിക്കലിന് ഒരു പ്രത്യേക ഏരിയ ഉണ്ടാവും. ഫേഷ്യൽ ചെയ്യാൻ വേറൊരു ഏരിയ ഉണ്ടാവും. എന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ സലൂൺ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ നെയിലും മാനിക്യൂർ സംവിധാനങ്ങൾ ചെയ്യുന്നതിന് ഒരു പർട്ടിക്കുലർ ഏരിയ ഇതുപോലെ ഉറപ്പായിട്ടും ഒരുക്കി വെക്കണം. അപ്പോഴാണ് നമുക്കിതൊരു എന്താ പറയുക, ഒരു പ്രൊഫഷണൽ അപ്രോച്ച് നമ്മളുടെ സലൂണിൽ ഒരു നെയിൽ ആർട്ട് ചെയ്യാൻ വരുന്ന ക്ലയൻറ്റിന് ഫീൽ ചെയ്യുള്ളൂ. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അവരോട് നമ്മൾ ഇത്രയും വില കൂടിയ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ സർവീസിനുള്ള കംഫർട്ട് ആയിട്ടുള്ളൊരു സോൺ അവർക്ക് കൊടുത്താലാണ് ദിസ് ഈസ് എ പ്രൊഫഷണൽ സെറ്റപ്പ് നമുക്ക് കൊടുക്കാൻ ധൈര്യമുണ്ട്. അവരങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു സലൂണാണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവുക. അപ്പോൾ ചെറിയൊരു വീഡിയോ, കുറച്ച് കാര്യങ്ങൾ ഇങ്ങനൊരു സംവിധാനമൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജ് മിഡാസ് ബ്യൂട്ടി മാർട്ട് ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ഫോളോ ചെയ്യുക. നമ്മളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ ലഭ്യമാണ്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിലും മിഡാസ് ബ്യൂട്ടി മാർട്ട് കൊച്ചി. ദെൻ യൂട്യൂബ് ഒബ്വിയസ്ലി നിങ്ങൾ കണ്ട ആളുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ള വീഡിയോകളൂടി കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ചാനലാണെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം എനിക്കറിയാം പ്രൊഫഷണൽ ബ്യൂട്ടീഷ്യൻസ് ആണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അങ്ങനെയുള്ളവർ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇതൊന്ന് സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അപ്പോൾ വീണ്ടും ചെറിയൊരു വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണാം. തൽക്കാലം ഞാൻ ഞങ്ങളുടെ ക്യാമറമാൻ നൗഫലിനൊപ്പം വിടവാങ്ങും. ബൈ.